പണം മുടക്കുകയും എന്നാൽ അതൊരു പൂർണ്ണ പരാജയമായി തീരുകയും ചെയ്തു. അതിന് അന്ന് ഹോളി ക്രോസ് സ്കൂൾ എന്ന് പേരിടുവാനായിട്ട് ഉദ്ദേശിച്ചു. എന്നാൽ ആ സ്ഥലവും കിട്ടിയില്ല. ആ പ്രോജക്റ്റും തകർന്ന് തരിപ്പണമായി. എനിക്ക് ഏകദേശം 1 കോടി രൂപയോളം നഷ്ടമുണ്ടായി. ആ പണമൊക്കെയും ഞാൻ ഇന്നും അത് തിരികെ കൊടുത്തുകൊണ്ടാണ്. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ കോട്ടയത്തിൻ്റെ ചുമതല 1999 എടുത്തപ്പോൾ ഇടുക്കിയിൽ ഒരു കോളേജ് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിന് പേരിടുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി എന്ന പേരിട്ടു. അത് ഇന്ന് അവിടെ 700ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരു കോളേജായിട്ട് വളർന്നു. ഒരിടത്ത് നമുക്ക് പരാജയം ഉണ്ടാകുമ്പോൾ, അന്ന് ബോംബെയിലെ പ്രോജക്റ്റ് ഒരു പരാജയമായി തീർന്നപ്പോൾ ഞാൻ വളരെയധികം ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്തതാണ്. എന്നാൽ വേറൊരിടത്ത് വളരെ അനുഗ്രഹകരമായിട്ട് ദൈവം അതിന് അവസരം നൽകി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മെ വഴി നടത്തുന്നവനായ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നാം വിജയം കാണും എന്നുള്ളതിൽ തർക്കമില്ല. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നൽകിയതായി പുരസ്കാരം അത് എൻ്റെ സഹപ്രവർത്തകർക്ക് ലഭിച്ച ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ധാരാളം ഇടങ്ങളിൽ, ബോംബെയിലും ബാംഗ്ലൂരിലും അതുപോലെ കോട്ടയത്തും മറ്റിടങ്ങളിലും ഒക്കെ ആയിട്ട് പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഈ പല സ്ഥാപനങ്ങളുടെയും വിജയത്തിനായി കാരണക്കാർ. അവര് ചെയ്യുന്നതായ ആ വിശിഷ്ടമായ സേവനത്തിൻ്റെ പിന്നിൽ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ളതായ നിലയിൽ മാത്രമേ എൻ്റെ പ്രവർത്തനത്തെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി ഓഫ് സെറാഫിം ഏഞ്ചൽസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയതായ ഈ അവാർഡിന് ഞാൻ അതിൻ്റെ പ്രവർത്തകരോട്, അതിൻ്റെ ചുമതലക്കാരോട് നന്ദി അറിയിക്കുന്നു. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഒരു വലിയ അനുഗ്രഹമായിട്ട് അനേകർക്ക് തീരട്ടെ. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹമായ ഒരു സംഘടനയായിട്ട് ഇത് സമൂഹത്തിൽ ധാരാളം നന്മകൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പരിപാലനയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് തീരുവാൻ ഇടയായി തീരട്ടെ. എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ അംഗീകാരം നൽകിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിനന്ദ പിതാവിനോടുള്ള ഞങ്ങളുടെ നിസ്സീമമായ നന്ദിയും സ്നേഹവും വിനയപൂർവ്വം സമർപ്പിക്കുന്നു. അഗതികളുടെ അപ്പോസ്തലയായ മദർ തെരേസയുടെ നാമത്തിൽ 2010 സെറാഫിം മിഷന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച മദർ തെരേസ ഫൗണ്ടേഷന്റെ 2013 ചികിത്സാ സഹായ വിതരണത്തിനായി ബഹുമാനപ്പെട്ട ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KF കുര്യാക്കോസ് അവറുകളെ സദയം ക്ഷണിക്കുന്നു. ക്രിസ്ത്യൻ മിനിസ്ട്രി ഓഫ് സെറാഫിം ഏഞ്ചൽസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക സംഗമത്തിന് അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണം, ചികിത്സാ സഹായ വിതരണത്തിന് സംഘടിപ്പിക്കപ്പെട്ട ഈ യോഗത്തിൻ്റെ ഇത്രയും ബഹുമാനായ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത, നമ്മുടെ ഈ പുരസ്കാര സമർപ്പണത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന, ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന അഭിനന്ദ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, സ്നേഹം നിറഞ്ഞ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി ശ്രീ അനിൽ ജേക്കബ് സാർ, ഇത്രയും വിശിഷ്ടരായ
ഫാദർ ജോഷി ചിറ്റേ അടക്കമുള്ള വൈദിക ശ്രേഷ്ഠരെ, സംഘടനയുടെ സറാഫി സംഘടനയുടെ ഡയറക്ടർ ശ്രീ ജയശ്രീ സി എലിയാസ് അവരുടെ, സെക്രട്ടറി ശ്രീ സി കുര്യാസ് അവരുടെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ സംഘടനയിലുള്ള എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. എനിക്കൊരു വ്യക്തമായ ആദ്യം ഒരു ഐഡിയ കിട്ടി. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ധരിച്ചത് നമ്മുടെ ഇവിടുത്തെ പെലിക്കൻ സെൻ്ററുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ധാരണയിലാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതങ്ങനെയല്ല. കേരളത്തിൽ 19 ചെറുപ്പക്കാർ അല്ലെങ്കിൽ 19 വ്യക്തികൾ ഒരുമിച്ച് കൂടി ഒരു ദൈവിക കാഴ്ചപ്പാടോടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു ട്രസ്റ്റ് തൻ്റെ അധ്വാനത്തിൽ നിന്നൊരു പ്രതിഫലം മാറ്റിവെച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് അത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. അത് തന്നെയുമല്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിനോടൊപ്പം മറ്റൊട്ടനവധി പരിപാടികൾ, സെന്റ് എഫ്രൈം എക്സലൻസി അവാർഡ് ഫോർ ചാരിറ്റി എന്ന് പറയുന്ന അവാർഡ് 3ാമത്തേതാണ്. അത്തരത്തിലുള്ള ഒരുപാട് നന്മ നിറഞ്ഞ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിൽ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ഏറെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ അവാർഡുകൾ കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ ഒരു സംസ്കൃതിയും പാരമ്പര്യവുമാണ്. മിഥുല രാജവംശത്തിൽ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഭാരത സംസ്കൃതിയിലെ ഏറ്റവും വലിയ കവി കാളിദാസൻ. അന്ന് രാജസദസ്സുകളിലൊക്കെ ഒരു കവി ഉണ്ടാകും. അപ്പൊ ഈ രാജസദസ്സിലെ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അഭിപ്രായം പറഞ്ഞു, വിശിഷ്ട വ്യക്തികളെ എങ്ങനെ നമ്മൾ മാനിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്, വിശിഷ്ട വ്യക്തികളെ അത് അറിവിലും അവരുടെ പ്രവർത്തന ചാതുര്യത്തിലും ഒക്കെ മികവുള്ളവരെ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് സഞ്ചരിക്കും. ആദരിക്കുമ്പോഴാണ് നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം പ്രതിഭാശാലികളായ വ്യക്തിത്വങ്ങളെ ഭരണകൂടം തന്നെ ആദരിക്കേണ്ടതാണ് എന്ന് കാളിദാസ മഹാകവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്കറിയാം, ഒരുപാട് വിശിഷ്ട സേവനത്തിനൊക്കെ ഗവൺമെന്റ് ധാരാളം മെഡലുകൾ കൊടുക്കും. ഇവിടെ 3ാമത്തെ ഒരു അവാർഡാണ് ഈ സെന്റ് എഫ്രൈം എക്സലൻസി അവാർഡ് ഫോർ ചാരിറ്റി എന്ന പേരിൽ ഇവിടെ നൽകുന്നത്. നമ്മള് ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്യ തിരുമേനിയുടെ ജീവചരിത്രത്തിലൂടെ ഇന്ന് പോകുമ്പോൾ തീർച്ചയായിട്ടും ആദരിക്കേണ്ടവരെയും മാനിക്കേണ്ടവരെയും ആദരിക്കുന്ന രീതിയിൽ തന്നെ യഥാചിതമായിട്ട് തന്നെ നമ്മുടെ ഈ സംഘടന അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് തികച്ചും ഉചിതമായ ഒരു തീരുമാനമായി ഈ സംഭവ പരമ്പരകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിക്ക് എല്ലാവിധ മംഗളങ്ങളും സ്നേഹവും അമ്പലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഞാൻ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാൻ സമയമില്ല. കാരണം എൻ്റെ ഇടവക പള്ളിയുടെ ഇടവക സംഗമ ദിവസമാണ്, ഇടവക ദിനമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങോട്ടാണ് പറയുക. അവിടെയും എനിക്കൊരു ചെറിയ റോളുണ്ട്. സംഘാടക ഒരുമായിട്ട് ബന്ധപ്പെട്ട ഒരു റോളാണ്. അപ്പോൾ അവിടെയും എനിക്ക് എത്തിച്ചേരണം. അവിടെയും എറണാകുളം അങ്കമാലി അതിരൂപയുടെ ശ്രീ നമ്മുടെ മെത്രാപൊലീത്ത അടക്കമുള്ള നമ്മുടെ MP MLA മന്ത്രിയുമായ ജേക്കബ് അടക്കമുള്ളവർ അവിടെ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇടവക്കാരനായി എനിക്ക് ഇനിയും അധികം വെയിറ്റ് ചെയ്താൽ അവർ വിചാരിക്കും പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ തലക്കനം കൂടി, ഞാനും ഒരു സാധാരണ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടം കൊടുക്കരുത് എന്നുള്ളത് കൊണ്ട് എന്നെ ഈ സംഘാടകരോട് എനിക്കൊരു അഭ്യർത്ഥന, എൻ്റെ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിയുമ്പോൾ എന്നെ പോകാൻ അനുവദിക്കണം. അത് സന്തോഷത്തോടെ അനുഗ്രഹിക്കണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ദൗത്യം
ചികിത്സാ സഹായ വിതരണമാണ്. ഞാൻ ഒരു ചെറിയ കഥയും കൂടി, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നമുക്കൊക്കെ തോന്നാറുണ്ട് പണം നമുക്ക് വളരെ സുഖകരമായിട്ട് അനുഭവിക്കാം, എന്തിനിങ്ങനെ വാരിക്കോരിയൊക്കെ കൊടുക്കണം, അവനവൻ്റെ സുഖവും സന്തോഷവും അല്ലേ വലുത്, ഭൂമിയിലാകെ 10-100 വർഷം വരെ ജീവിക്കുമ്പോൾ അത് പരമാവധി ആനന്ദിച്ച് സുഖിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പിടിച്ചുപറിയും കളവും മോഷണവും മറ്റുള്ളവരുടെ മുതലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് പലരും തന്നെ ഈ പിടിച്ചുപറിയൊക്കെ നടത്തുന്നു. ഈ ഒരു ചിന്തയിൽ ഒരു കാലഘട്ടം മനുഷ്യ സമൂഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു കൊച്ചു വിശുദ്ധന്റെ ഒരു ഉപമ മാത്രം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സഭയിൽ തന്നെ, ഈ സമുദായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രബല ചിന്തകനായിരുന്ന തോമസ് അക്വീനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തി, ഒരു യുക്തിവാദി ഒരു ചോദ്യം ഉണ്ടായി, നിങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ഈ 19 പേരുടെ ചരിത്രത്തിൽ നിങ്ങൾ ഈ ത്യാഗം സഹിച്ച്, നിങ്ങൾ സമ്പാദിച്ച്, പാവപ്പെട്ടവരെ സഹായിച്ച് ഒക്കെ ചെയ്തു എന്നിരിക്കട്ടെ, ഭാവിയിൽ നിങ്ങൾ മരിച്ച് ഈ സ്വർഗം എന്നൊന്നില്ല എങ്കിൽ ഇതെല്ലാം വൃഥാവിലായി പോകില്ലേ? ഈ ചോദ്യമാണ്. അപ്പോ വിശുദ്ധ തോമസ് അക്വീനാസ് ഒരു മറുപടി കൊടുത്തു. ഇനി മരിച്ച് നമ്മൾ അടക്കം ചെയ്ത് സ്വർഗം ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ദോഷമില്ലല്ലോ. സ്വർഗം ഉണ്ട് എങ്കിൽ ഇവിടെ തോന്നിവാസിയായിട്ട് ജീവിച്ച് അവിടെ ചെന്നാൽ ഇത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഓൾറെഡി നമ്മൾ പരിഹരിച്ചിട്ടാണ് അങ്ങനെ ചെല്ലുന്നത്. സ്വർഗം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതൊരു കുറവല്ലാതെ ഭൂമിയിൽ തന്നെ ഒരു വലിയ പ്രചോദനമാണ്, ഉൾക്കാഴ്ചയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഏത് സത്പ്രവൃത്തി അവിടെ ദൈവം അവിടെ ആ പട്ടികയിൽ ഇങ്ങനെ ടിക്ക് ചെയ്ത് വയ്ക്കും. അവിടെ ചെന്ന് നിലവിളിക്കാൻ, മാറത്തരച്ച് നിലവിളിക്കാൻ ഇടം കൊടുക്കുന്നത്. പത്രോസ്ലിയെ തോമാസ്ലിയുടെ ഒക്കെ കാരണന്മാരിങ്ങനെ നരകത്തിൽ കിടക്കുന്നു, ഇവിടെ സ്വർഗത്തിൽ കർത്താവിന്റെ ഒപ്പം 2 വിശുദ്ധരും ഇങ്ങനെ ഇരിക്കുക. അപ്പോ അമ്മയുടെ രോദനം കേട്ടപ്പോൾ പത്രോസ്ലിയേക്കും തോമാസ്ലിയേക്കും ഒരു വിഷം, ഞാനൊരു കഥയായിട്ട് പറയാണ് ആ സ്വഭാവത്തിൽ. നമ്മളപ്പോ അമ്മയാണ്, മാതാപിതാക്കളാണ്, അവരെയും കൂടി ഈ സ്വർഗത്തിലേക്ക് ഒന്ന് കയറ്റി വിട്ടാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ ഒരു കയറിട്ട് കൊടുത്ത് അവരോട് കയറി പോരാൻ പറ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഈ അമ്മമാരെല്ലാരും കൂടി പിടിച്ച് ഉറുമ്പ് കയറി വരുന്ന പോലെ പിടിച്ച് ആ സ്വർഗ കവാടത്തിലേക്ക് വരുമ്പോ അവരുടെ ഭൂമിയിലെ തനി സ്വരൂപം എടുക്കും. എന്താ? ഒരു ചവിട്ട് വെച്ചു, അടിയെ കയറി വന്നവര് കയറും, ഞാൻ മാത്രം സ്വർഗത്തിൽ പോകണം. അപ്പോ ഈ ചവിട്ട് കൊള്ളുമ്പോ പേടിച്ച് ഒരു കാലെ പിടിച്ച് കീഴോട്ടുപോയി, എല്ലാം കൂടി പൊത്തോന്ന് പറഞ്ഞ് വീണ്ടും തരകത്തിൽ, വീണ്ടും രോദനമാണ്, കരച്ചിലോട് കരച്ചിൽ, പരിഹരിക്കാൻ പറ്റാത്ത കരച്ചിൽ. അത് അത്തരം കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരിക്കലും മറ്റുള്ളവരെ അംഗീകരിച്ചെന്നാൽ അതങ്ങനെ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വെക്കും. എന്നാൽ എന്നോടൊപ്പം ഇവരും ഒക്കെ കരകയറട്ടെ എന്ന് ചിന്തിക്കുന്ന ആ മനസ്സിൽ അത് കുറവുള്ളവർ ഇവിടെ തന്നെ വസിക്കേണ്ടി വരും. രോധനം മാത്രമേ ഉണ്ടാവും. കർത്താവ് പറഞ്ഞു അവരുടെ സ്വഭാവം അതാണ്, അത് അവരെ പരിഹരിക്കാൻ കഴിയില്ല. ആ സ്വഭാവത്തിലുള്ള അങ്ങനെ തന്നെ പോകും. അവർക്ക് കിട്ടേണ്ട ശിക്ഷ നരക ശിക്ഷയാണ്. അല്ലെ പ്രിയമുള്ളവരെ, ഞാൻ ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയണം ആഗ്രഹമുണ്ട്. ഞാൻ ചുരുക്കിയാണ് 5-6 ഫോൺ തുരുതുര അവിടെ വിളി വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം, പ്രവർത്തിച്ച് ചുരുക്കണം. മദർ തെരേസ ഫൗണ്ടേഷൻ ചികിത്സാ സഹായം സ്വീകരിക്കുന്നതിനായി ശ്രീമതി ബേബി മാണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട KF കുര്യാക്കോസ് അവർക്കുള്ള നന്ദി പ്രകാശിച്ചുകൊള്ളുന്നു. സെറാഫിം മിഷനെ ഏറെ സ്നേഹിക്കുന്ന യാക്കോബായ സുറിയാനി സഭ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോ സെക്രട്ടറിയും ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന കൊച്ചി ഭദ്രാസനത്തിന്റെ അമരക്കാരനുമായ അഭിമന്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ അനുഗ്രഹ സന്ദേശം വായിക്കുന്നതിനായി റവറന്റ് ഫാദർ ജോഷി ചിറ്റേത്തിനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിരുനാമത്തിന് മോദമുണ്ടായിരിക്കട്ടെ. അഭിനന്ദിയ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, അഭിനന്ദിയ ഡോക്ടർ മാത്യൂസ് മോർ ദീമോസ് മെത്രാപ്പൊലീത്ത,
ആരാധ്യനായ മിനിസ്റ്റർ അനൂർ ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, സമർപ്പിതരായ സിസ്റ്റേഴ്സ്, കൂടി വന്നിരിക്കുന്ന പ്രിയരെ, സറാഫീൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരെ, ക്രിസ്തു ഈ ലോകത്തിൽ ദൈവതിരുനാമത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് പ്രതിജ്ഞയെടുത്ത ക്രിസ്തീയ യുവാക്കളുടെ ഒരു സംഘടനയാണല്ലോ ക്രിസ്ത്യൻ മിനിസ്ട്രി ഓഫ് സെറാഫിക് ഏഞ്ചൽസ് ചാരിറ്റബിൾ മിഷൻ. 2009 സ്ഥാപിതമായ പ്രസ്ഥാനം സമൂഹത്തിലെ വേദന അനുഭവിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ അനേകം സഹോദരങ്ങൾക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും തണലിൽ സഹായഹസ്തം നൽകിയിട്ടുണ്ട്. കൂടാതെ സമൂഹത്തിലെ രോഗികളും ജീവിതഭാരം അനുഭവിക്കുന്നവരുമായ ആളുകൾ നാനാവിധത്തിൽ സഹായം നൽകുന്നതിന് നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാ വർഷവും ആദരിക്കുന്ന രീതിയും സ്വീകരിച്ചു വരുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഏതെങ്കിലും ചാരിറ്റബിൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ വർഷവും സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ശ്രേഷ്ഠരായ വ്യക്തികളെ ആദരിക്കുന്നത്. ഈ വർഷം പ്ലേറ്റിക്കര പെലിക്കൻ സെന്ററിൽ വെച്ച് ഒക്ടോബർ 20 അഭിവന്ധ്യ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പോലീത്തായെ ആദരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ CMSA മിഷന്റെ പ്രവർത്തകരെയും ഇതിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന അഭിവന്ധ്യ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പോലീത്തായെയും നാം ഹൃദയംഗമായിട്ട് അഭിനന്ദിക്കുകയും CMSA മിഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസഫ് ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്ത 8/10/2013 തിരുവാങ്കുളം കിംഡാ സെമിനാരിയിൽ നിന്ന്. നന്ദി അച്ഛൻ. ഈ അനുഗ്രഹീത സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സാംസൺ മേലേത്തച്ഛനെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്ദരായ പിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദര വൈദികരെ, ബഹുമാനിയ സിസ്റ്റർ, സറാഫീൻ പ്രവർത്തകരെ, ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രിയമുള്ളവർ, ആദ്യമായി ഇങ്ങനെ ഒരു യോഗത്തിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന് ഇതിൻ്റെ പ്രവർത്തകരെ വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. സാധാരണഗതിയിൽ ഇതുപോലുള്ള യോഗത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള യോഗത്തിനോ ഈ സ്ഥലം ഒരു വേദിയാകാറില്ല. എന്നാൽ നിങ്ങളിൽ ഒരുവരായി ഞങ്ങളെ കണ്ടതിന്, ഇത്തരത്തിൽ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചതിന് ഒരിക്കൽ കൂടെ പെലിക്കൻ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് വളരെ സ്നേഹത്തോടെ. 1999 സഭയുടെ ഒരു മാനേജിംഗ് കമ്മിറ്റി കൂടിയ സന്ദർഭത്തിൽ 3-ാം സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുന്ന സഭ എന്നൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുവാൻ ഒരവസരം. വളരെയധികം ആളുകൾ അതിൽ സംബന്ധിച്ചു. പക്ഷേ സംബന്ധിച്ചവരുടെ ചർച്ചകളിൽ പലതും വ്യവഹാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു. എന്നാൽ അഭിനന്ദനായ തിമോത്തിയോസിന് മനസ്സുകൊണ്ട് 3-ാം സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിക്കുന്ന സഭയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ അതിൽ സംസാരിക്കുന്നത് കേൾക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരുപക്ഷെ യുവത്വത്തിൻ്റെ ഒരു ആവേശത്തിൽ എൻ്റെ സഭ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ വ്യക്തത നിറഞ്ഞ കാഴ്ചപ്പാടോടുകൂടെ ഒരു ശ്രേഷ്ഠനായ ഇടയൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും. ഇന്ന് അഭിനന്ദ പിതാവ് സെറാഫീൻ്റെ അവാർഡ് ഏറ്റുവാങ്ങിയ ഈ യോഗത്തിൽ സത്യത്തിൽ ഇതൊരു മുഖസ്തുതിയില്ലാതെ പറയട്ടെ, അർഹരായവരെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രവർത്തകർ അനുഗ്രഹീതരായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഇത്തരത്തിൽ വാക്കുകൾ ദീർഘിപ്പിക്കാതെ നിർത്തുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിക്കാനായി ആമ്പല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സൈബ താജുദ്ദീനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വീട്ടിലിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാർ, പ്രിയപ്പെട്ട ശ്രേഷ്ഠ വൈദികരെ, പ്രിയപ്പെട്ട CMSCയുടെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ദൈവസാന്നിധ്യമുള്ള ഈ ഒരു വേദിയിലേക്ക് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. CMSCയുടെ 3ാം വാർഷികാഘോഷങ്ങൾ ഈ പെലിക്കൻ സെൻറ്ററിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് തന്നെ വളരെയധികം പുണ്യം പ്രവൃത്തിയാണ്. കാരണം ഒട്ടേറെ ഇവിടുത്തെ അന്തേവാസികൾക്ക് അവരുടെ മനസ്സിനും ശരീരത്തിനുമെല്ലാം ഒരു ഉന്മേഷം നൽകുന്ന ഒരു ചെറിയൊരു പരിപാടി ഇവിടെ വെച്ച് സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ 3 വർഷക്കാലമായി ആകെ 3 വർഷക്കാലമായിട്ടേ ഉള്ളൂ ഈ സംഘടന പ്രവർത്തിച്ചിട്ടുള്ളെങ്കിൽ പോലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് ഈ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വരുന്ന തലമുറയ്ക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പുരസ്കാരത്തിന് നമ്മുടെ അർഹനായ അഭിമന്യ ഡോക്ടർ തോമസ് മോർ തിമോത്തിയസ് മെത്രോപൊലിത്ത, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ നമ്മൾ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ടായി. അദ്ദേഹം ചെയ്ത ഒട്ടേറെ പുണ്യ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ള ഈ സഭയിൽ തന്നെ മറ്റുള്ള വൈദികർക്ക് കൂടി മാതൃകയായി മാറിക്കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ച് ഒരു ജനപ്രതിനിധി നിലയിൽ എനിക്ക് ഏറെ അഭിമാനമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ പെലിക്കൻ സെൻറ്റർ. റായ്പൂരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി എനിക്കൊരു അവസരമുണ്ടായി. അതനുസരിച്ച് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ ഫ്ലൈറ്റിന് അടുത്ത റായ്പൂരിന് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് അവിടെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു നായർ, ഡോക്ടർ NN നായർ എന്നുള്ള ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച്, എൻ്റെ സ്ഥലം എവിടെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചു കൂടുതൽ ഞാൻ പെലിക്കൻ സെൻറ്ററിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പെലിക്കൻ സെൻറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ പെലിക്കൻ സെൻറ്റർ ഒരു കിടപ്പുണ്ട്. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ ഇവിടെ വരുമെന്നുള്ള ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി. അത്രയ്ക്ക് ഒട്ടേറെ ഈ ഒരു ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഈ പെലിക്കൻ സെൻറ്റർ. അതുകൊണ്ട് തന്നെ ഇനിയും വരും സമയങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ CMSCയുടെ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ബേസിൽ വളരെ നല്ലൊരു സ്വാഗതം ആശംസിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, കുറേ ചെറുപ്പക്കാർ ചേർന്ന് അദ്ദേഹത്തിൽ കിട്ടുന്ന വരുമാനം അതിൻ്റെ ഒരു ചെറിയ അംശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് വളരെ പുണ്യപ്പെട്ട പ്രവൃത്തിയാണ്. ആ CMSC സംഘടനയ്ക്കും ഇനി വരും കാലങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സൈബ താജുദ്ദീൻ. ഈ പ്രസ്ഥാനത്തെ ഏറെ സ്നേഹിക്കുന്ന യാക്കോബായ സഭ വൈദിക സെമിനാരി അധ്യാപകൻ റവറൻഡ് ഫാദർ ഗ്രിഗർ R. കൊള്ളന്നൂർ അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, വേദിയിലും സദസ്സിലിരിക്കുന്ന ശ്രേഷ്ഠരെ, ഒത്തിരി സന്തോഷത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേർന്ന് ഇന്ന് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയാണ്. സെറാഫിൻ എന്ന വാക്ക് ആവർത്തിച്ച് കേൾക്കുമ്പോൾ എന്താണെന്നുള്ളൊരു സംശയം ആദ്യകാലത്ത് ബേസിൽ പങ്കുവച്ചപ്പോൾ ഒരു സംശയം മനസ്സിലുണ്ടായി. 2 സെറാഫിനാണ് പരിചയമുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ മാലാഖ വൃന്ദത്തിൻ്റെ പേരിൽ ഉൾപ്പെടുന്നതായ സെറാഫിൻ. 2 പരിശുദ്ധ അന്ത്യോക്യയുടെ പാത്രീസായി ജീവിച്ചിരുന്ന സെറാഫിൻ. 2 സെറാഫിന്മാരെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ ഇതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നൊരു സംശയം ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് സെറാഫിൻ ഏഞ്ചൽസ് എന്ന പേര് അതിന് കൊടുക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ
ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുന്ന ആ മാലാഖമാരുടെ ഗണത്തോട് ചേർത്ത് മനുഷ്യകുലത്തിന് എങ്ങനെ ചേർക്കപ്പെടാം എന്നുള്ള ചിന്ത ഒത്തിരിയായിട്ട് ഉണ്ടായി. ആ സമയത്തെല്ലാമാണ് മഹാകവിയായ ടാഗോറിന്റെ വാക്കുകൾ മനസ്സിൽ ഓർക്കപ്പെട്ടത്. നിങ്ങൾ നിബദ്ധമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കുന്ന ദൈവമല്ല, മറിച്ച് ചേറിലും പാടത്തും പണിയെടുക്കുന്ന കർഷകരോടൊപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് നീ ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തിന്റെ ചേതന നിനക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് കവി പറഞ്ഞത് മനസ്സിലോർക്കുന്നു. ഇതിന്റെ പ്രവർത്തകര് അവര് വ്യാപരിക്കുന്നതായ ആ പ്രവർത്തന മണ്ഡലങ്ങൾക്കപ്പുറം സാധാരണക്കാരനോട് ചേർന്ന് ഏറ്റവും ആവശ്യത അനുഭവിക്കുന്നവരോട് ചേർന്ന് തങ്ങളുടെ സത്വത്തെയും തങ്ങളുടെ സ്വത്തിനെയും പങ്കുവയ്ക്കുവാൻ തക്കമെന്നുള്ള ഉദാത്തമായ മാതൃക കാണിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാതെ തീർക്കുകയില്ല. സെറാഫിം മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയപൂർവമായ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പാത്രീസായി വാണിരുന്ന സെറാഫിം എന്ന പരിശുദ്ധ പാത്രീസാവായി ഓർക്കാതെ നിവൃത്തിയില്ല. പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താൻ കണ്ട വഴികളും അറിഞ്ഞ വഴികളും വിസ്മരിക്കാതെ ജീവിതത്തോട് ചേർത്ത് വെച്ച പിതാവായിരുന്നു സെറാഫിം പാത്രീസ് എന്നുള്ളതാണ്. ഇന്ന് പരിശുദ്ധനായ അഫ്രേമിന്റെ പേരിൽ അഭിനന്ദ തീമോത്തിയോസ് തിരുമേനിക്ക് അതിന്റെ അവാർഡ് സമ്മാനിക്കുമ്പോൾ ആ പേര് ഒരിക്കൽ കൂടി അന്വർത്ഥമാക്കപ്പെടുകയാണ്. താൻ ജീവിച്ച വഴികളും താൻ കണ്ടതായ പാതകളും തന്റെ വിഹിതമായ ജീവിത വീക്ഷണങ്ങളും തന്റെ മഹാപൗരത്വത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിനും സഭയ്ക്കും ലോകത്തിനും സർവോപരി ദൈവത്തിനും ശ്രേഷ്ഠനായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ പരിശുദ്ധ പിതാവിന് ശ്രേഷ്ഠ പിതാവിന് സാധിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധനായ സെറാഫിം പാത്രീസ് ബാവായുടെ പേര് കൂടി ഇവിടെ അന്വർത്ഥമാക്കപ്പെടുന്നു. ഒത്തിരി സന്തോഷത്തോടുകൂടി ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പെലിക്കൻ സെന്ററിൻ്റെയും ഒപ്പം സെറാഫിം ഏഞ്ചൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ഹൃദയങ്ങളായ ഭാഷയിൽ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുമ്പോൾ അഭിനേതാവായിരിക്കുന്ന അതിമോസ് തിരുമേനിയുടെ ആ നേതൃത്വപാഠവും ഭീക്ഷണാപരമായ കാഴ്ചപ്പാട് കൂടുതൽ ഉന്നതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ ബേസിലിനെ പോലെയുള്ള ഒത്തിരി ഊർജ്ജസ്വലരായ ആ യുവാക്കൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ അതിന് മുഖാന്തരമാകട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുവാനായി സെറാഫിം മിഷന്റെ സെക്രട്ടറി ശ്രീ CP കുര്യച്ചൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തുതി. എത്രയും ആരാധനായ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാർ അന്തിമോസ് തിരുമനസ്, നമ്മൾ എഫ്രേം ചാരിറ്റി അവാർഡ് നൽകി ആദരിച്ച കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയും യാക്കോബായ സുറിയാനി സഭയുടെ സീനിയർ മേൽപ്പെട്ടക്കാരിൽ എല്ലാവരാളുമായ തീമോത്തിയോസ് തോമസ് അവരുടെ സ്നേഹം നിറഞ്ഞ ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്ററെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റർ, കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കുന്നവനായ യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഇത്രയ്ക്ക് സമയം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും ആവശ്യത്തിനുള്ള ക്രമീകരണത്തിനുള്ള പ്രകാശം അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. എന്ത് കുറ്റങ്ങളോ കുറവുകളുണ്ടെങ്കിൽ സത്യം ക്ഷമിക്കണമേ എന്ന് ആദ്യമേ അപേക്ഷിക്കുന്നു. ഈ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും